പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ രഹസ്യത്തിൻ്റെ രഹസ്യം, വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന ഭാഗത്തിൻ്റെ 17-ാം ഭാഗം നമ്മൾ കേൾക്കുകയായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് മാറി ധാരാളം ആളുകൾ അത് കേൾക്കുകയും സത്യസുവിശേഷത്തെ യഥാർത്ഥ വളച്ച് കെട്ടില്ലാതെ നേർക്കുനേർ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് നേരെ നിന്ന് സംസാരിച്ചതുപോലെ യാതൊരുവിധ തിയോളജിയോ ദൈവശാസ്ത്രമോ തത്വശാസ്ത്രമോ ചേർക്കാതെ, വെള്ളം ചേർക്കാതെ, മായം ചേർക്കാതെ ഇന്ന് കേൾക്കുന്ന നമ്മുടെ ധ്യാനങ്ങളിലെ വചനപ്രഘോഷണങ്ങളും വൈദികരുടെയും മെത്രാന്മാരുടെയും ഒക്കെ കൈകളിൽ നിന്ന് കിട്ടുന്ന വചനപ്രഘോഷണങ്ങളും പോലെയുള്ള ക്ലാസ്സുകളല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറിച്ച് യേശുനാഥൻ തൻ്റെ ശിഷ്യരോട് നേരിട്ട് സംസാരിച്ചതുപോലെ സത്യസന്ധമായി, അതായത് ഈശോ പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞതുപോലെയുള്ള വചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പച്ചയായി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ക്ലാസ്സുകളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ തന്നെ വെളിപാട് ഗ്രന്ഥം ആകപ്പാടെ ഒരു നിഗൂഢ രഹസ്യങ്ങളുടെ കലവറയാണ്. അത് അങ്ങനെയൊന്നും തുറന്നു കിട്ടി ആർക്കും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറയാണ്, നീ ഈ വചനങ്ങൾ മുദ്രിതമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ആദ്യം യോഹന്നാനോട് സംസാരിച്ച് തുടങ്ങിയാണ്. അതിനുശേഷം വെളിപാട് ഗ്രന്ഥം പറഞ്ഞ് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇനി നീ ഇത് മുദ്രിതമായി സൂക്ഷിക്കേണ്ട. അതേവഴി വെളിപാട് ഗ്രന്ഥം 21-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. ഇനിയും മുദ്രിതമായിട്ട് സൂക്ഷിക്കേണ്ട, അത് തുറന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് ജനത്തെ അറിയിക്കാം, ലോകത്തെ അറിയിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ കാലഘട്ടം എത്തുമ്പോൾ അത് എങ്ങനെയാണ് സത്യമായും അത് പ്രവർത്തിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ യുഗങ്ങൾക്ക് മുമ്പാണെങ്കിൽ ആ യുഗത്തിൻ്റെ കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ ഒരു വചനം എങ്ങനെയാണ് ലോകത്തെ പ്രവർത്തന നിരതമാകുന്നത്, എങ്ങനെയാണ് സുവിശേഷം ലോകത്തെ അറിയിക്കേണ്ടത് എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുകയും പറയുകയും ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു വചനത്തെ അല്പം കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക കാലഘട്ടമാണ്. അതായത് സൊദോം ഗൊമോറ ഭൂമിയിൽ പുനഃസ്ഥാപിക്കപ്പെടുകയും നട്ടുവളർത്തുകയും ഫലം ചൂടുകയും സൊദോം ഗൊമോറയിലെ ആസ്വാദനങ്ങൾ, ശരീരത്തിൻ്റെ ആസ്വാദനങ്ങൾ, സ്വരത്തിൻ്റെ ആസ്വാദനങ്ങൾ, ചലനങ്ങളുടെ ആസ്വാദനങ്ങൾ, സംഭാഷണങ്ങളുടെ ആസ്വാദനങ്ങൾ, അങ്ങനെ എന്തുകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേൾക്കുവാനും കാണുവാനും വേണ്ടി വന്നാൽ സ്പർശിക്കുവാനും ഒക്കെ ആസ്വാദനത്തിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം എത്തപ്പെട്ട് നിൽക്കുന്നതും ഈ ഏറ്റവും കൂടുതൽ ആസ്വാദന കാലഘട്ടമുള്ള ഈ കാലഘട്ടമാണ്. ഇവിടെ ദൈവവചനത്തെ വിവേചിച്ചറിഞ്ഞ് എൻ്റെ നിത്യജീവൻ്റെ ഒരു ഉറപ്പ് സ്വായത്തമാക്കി വെക്കുക എന്നതാണ് അടിസ്ഥാനപരമായ നമ്മുടെ കടമയും ചുമതലയും. കാരണം നമ്മൾ ഇന്ന് മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സുവിശേഷങ്ങളുണ്ട്. ഉദാഹരണത്തിന് യൂട്യൂബിലെ ധാരാളം വചനപ്രഘോഷണങ്ങൾ, അത് പന്തക്കോസ്ത് വിഭാഗത്തിൻ്റേത്, കത്തോലിക്ക സഭയുടേത്, മലങ്കര വിഭാഗത്തിൻ്റേത്, യാഹോവ സാക്ഷികളുടേത്, സ്പിരിറ്റ് ഇൻ ജീസസിൻ്റേത്, എംബറം മാലമിൻ്റേത്, ഇങ്ങനെ നിരവധി വചനങ്ങൾ. അതിൽ തന്നെ ധാരാളം ഉപഘടകങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് ധാരാളം വചനങ്ങൾ കിട്ടാറുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പന്തക്കോസ്തക്കാരനും പറയാൻ പറ്റാത്തതും ഒരു കത്തോലിക്ക സഭയ്ക്കും പഠിപ്പിക്കാൻ പറ്റാത്തതും ഒരു സഭയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യാത്തതുമായ വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ആസ്പദമാക്കിയുള്ള നിഗൂഢ അർത്ഥങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറിയാൽ നിശ്ചയം നീ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ വിധിക്കപ്പെടുകയില്ല, മറിച്ച് അഭിനന്ദിക്കപ്പെടും. മാത്രമല്ല നിത്യജീവൻ നമുക്ക് സ്വന്തമാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
വെളിപാട് ഗ്രന്ഥം 18-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു വചനത്തെ ഒന്നുകൂടെ ആവർത്തിച്ച് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കിവിടെ തെറ്റുപറ്റിയാൽ, നമ്മുടെ കാല് നിടറിയാൽ, കണ്ണൊന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ അറിയാതെ തിരിഞ്ഞു പോയാൽ, കാത് അറിയാതെ എന്തെങ്കിലും മോശമായ ഒരു സംഭാഷണം ശ്രവിച്ചു പോയാൽ, അതിലൂടെ കയറി വരുന്ന ആത്മാക്കൾ, ദുരാത്മാക്കൾ നമ്മുടെ ആത്മാവിനെ എങ്ങനെ സ്വാധീനിക്കും, നമ്മുടെ ഹൃദയത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രാവൻ്റെ രൂപമുള്ള പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മളിൽ നിന്ന് നഷ്ടമാകും എന്നതിനെപ്പറ്റി ശക്തവും യുക്തിപൂർവവും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെയും വരത്തിൽ കൂടെ ഗ്രഹിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തെറ്റുപറ്റുകയും കാലിടുകയും ചെയ്യും. അതിന് പ്രധാനപ്പെട്ട കാരണം ഇനി പറഞ്ഞ ചില കാരണങ്ങളാണ്. കാരണം നമുക്കറിയാം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സഭ നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ സഭയിലെ അംഗമാണ്, സഭയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ സഭയ്ക്ക് ഏതാനും ചില വർഷങ്ങൾ കൂടി, വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ സഭയ്ക്ക് ആദ്യം ക്ഷതം സംഭവിക്കുകയും പിന്നീട് സഭ അടിവാങ്ങുകയും, അത് കർത്താവ് പറയുന്നുണ്ട് സക്കറിയ പ്രവചന പുസ്തകത്തിൽ. എവിടെയാണ് വിവരിക്കുന്നത്? സക്കറിയ പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് 13:7, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറും. അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനമാണ്, അല്ലാതെ നമ്മളൊരു വേറൊരു വ്യക്തി സ്വന്തമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് അടുത്തടുത്ത് വരുമ്പോൾ സഭ ഇല്ലാതെ തന്നെ യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ വരവിൻ്റെ നിത്യജീവൻ്റെ ഒരുക്കത്തിന് നമ്മൾ രൂപാന്തരപ്പെടുത്തുന്ന സനാതന സുവിശേഷം, അതായത് സമൃദ്ധിയുടെ സുവിശേഷമല്ല, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ ഇപ്പോൾ പ്രഘോഷിക്കുന്ന സുവിശേഷമല്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷവുമല്ല, അതിനപ്പുറം വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ആഴങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന സനാതന സുവിശേഷം, അതായത് രോഗത്തിൽ, പീഡകളിൽ, വേദനകളിൽ, ആകുലതകളിൽ, ദുഃഖങ്ങളിൽ, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. വെളിപാട് 18 കർത്താവ് പറയുന്നുണ്ട്, ഒറ്റ ദിവസം അവളുടെ മേൽ മഹാമല്ല മരണവും വിലാപവും. വെളിപാട് ഗ്രന്ഥം 18-ാം അധ്യായം 8-ാം തിരുവചനം അവിടെ തന്നെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടി പറയാം. തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും, മരണവും വിലാപവും ക്ഷാമവും, അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും. അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ്. ആ വിധി അവളെ, കത്തോലിക്ക സഭയെ, ഇസ്രായേൽ ജനത്തെ, ലോകത്തെ മുഴുവൻ ജനത്തെ വിധി വരുമ്പോൾ എല്ലാവർക്കും വരും. എന്നാൽ കർത്താവ് എടുത്തു പറയുന്ന ചില മേഖലകളുണ്ട്. അവളെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് സഭയെ തന്നെയാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തോട് നമുക്കിത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇസ്രായേൽ ജനത്തിന് ഹീബ്രു മൂലത്തിൽ എഴുതിയ പഴയ നിയമഗ്രന്ഥങ്ങൾ, പിതാവായ ദൈവം നേരിട്ട് എഴുതിയ പഴയ നിയമഗ്രന്ഥങ്ങൾ അവിടെ കയ്യിലുണ്ട്. അപ്പോൾ അവരെ നമ്മൾ മാറ്റി നിർത്താം. പിന്നെ പോയിട്ട് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമായിട്ട് പറയുമ്പോൾ ലോകത്തിലെ മുഴുവൻ ജനത്തിന് ബാധകമാണെങ്കിലും അത് അവരുടേതായ തിയറിയിൽ കൂടെ പോയിക്കൊള്ളട്ടെ. അവർ ഹൈന്ദവ മതം അങ്ങനെ പോയിക്കോട്ടെ, മുസ്ലിം മതം അങ്ങനെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ യഹൂദ മതം അങ്ങനെ പോയിക്കോട്ടെ. പക്ഷെ നമ്മെ സംബന്ധിച്ച് നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥം 18-ാം അധ്യായം 14-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവരുടെ വചനം എഴുതി വെച്ചിരിക്കും, നമ്മൾ കൃത്യം വായിക്കണം. രഥങ്ങൾ, അടിമകളല്ലാത്ത മനുഷ്യൻ, നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി. നിന്റെ ആത്മാവ് കൊതിച്ച കനി, ആ ആത്മാവ് കൊതിക്കുന്ന കനി എന്ന് പറയുന്നത് നിഗൂഢമായ ഒത്തിരി അർത്ഥമുണ്ട്. അതെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല. അതിനെ തൊട്ട് അല്പം സംസാരിച്ചിട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ആത്മാവ്, നമുക്കറിയാം ലോകത്ത് ഇന്ന് വിവാഹം എന്ന സംഭവം ഉണ്ട്, അത് നമുക്കറിയാം. എണ്ണം കുറവ്, വണ്ണം കുറവൊക്കെയാണ്. ഉള്ള വിവാഹത്തിന് വലിയ ആഡംബരങ്ങളും ധനം മുടക്കലും സമ്പത്തുള്ളവരുടെ കല്യാണങ്ങളായിട്ട് മാറിപ്പോയി. എന്നാൽ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അത് ഏക ഭാര്യയും ഏക ഭർത്താവും. എന്നാൽ ഇത് കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ ഏക ഭാര്യയും ഏക ഭർത്താവുമായ ആ സംവിധാനം, വിവാഹം എന്ന സംവിധാനം യേശു ക്രിസ്തു സ്ഥാപിച്ച ആ കൂദാശയായിട്ട് നമുക്കതിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ യേശു പറഞ്ഞതിൻ്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വിവാഹമെന്ന ആ സംഭവത്തെ സ്വീകരിക്കുമ്പോൾ ഏകഭാര്യയും ഏകഭർത്താവാണ്. എന്നാൽ ഈ ഏകഭാര്യത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ തന്നെ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉണ്ടായിരിക്കെ തന്നെ അവർ മറ്റ് കനികളെ അന്വേഷിക്കുന്നു, മറ്റ് ആസ്വാദനങ്ങളെ തേടിപ്പോകുന്നു, അല്ലെങ്കിൽ മറ്റു സുഖഭോഗങ്ങളെ തേടിപ്പോകുന്നു, മറ്റ് ഇന്ദ്രിയ ഗോചരമായ നിഗൂഢ ചലനങ്ങളെ, ചിത്രങ്ങളെ, സംഭാഷണങ്ങളെ, നിറങ്ങളെ,
ആകൃതികളെ, രൂപങ്ങളെ തേടിപ്പോകും. അപ്പോൾ അത് ഞാൻ അത്രയും പറയുമ്പോൾ നിങ്ങൾ ബാക്കി നിങ്ങളുടെ മനസ്സുകൊണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചെടുത്തോണം. കാരണം അതിൽ കൂടുതൽ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം, നമ്മൾ ഒരു ഭാര്യയും ഒരു ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഒരു 50 വർഷം മുമ്പല്ല എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പ്രത്യേകിച്ച് 2025 കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ പല കനികളും തേടിപ്പോകുന്നുണ്ട്. എന്താണ് ഈ കനി എന്ന് പറയുന്നത്? കനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മാവ് വലിയൊരു മാവ് കായ്ച്ചു നിൽക്കുകയാണ്. കായ്ച്ചു നിൽക്കുമ്പോൾ അതിനകത്തൊരു പഴം, ഒരു മാങ്ങ പഴുത്ത് നിൽക്കുകയാണ്. അതിന് നിറമുണ്ട്, അതിന് അടുത്ത് കിട്ടി നമ്മൾ മണത്ത് വയ്ക്കാൻ നല്ല സ്വാദുള്ള മണമുണ്ട്. അത് മുറിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല രുചിയുണ്ട്, മധുരമുണ്ട്, മാങ്ങയുടേതായ ഒരു രുചി, ഒരു ചേരുവയുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയ അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ആകെയുള്ള രുചി എന്ന് പറയുന്നത് ആ മാങ്ങയുടെ പഴത്തിലാണ്. ആ വൃക്ഷത്തെ മൊത്തമായിട്ട് നമ്മളിങ്ങെടുത്താൽ എടുത്തു വരുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ മാവ് എന്ന അതിൻ്റെ സ്വഭാവത്തിൻ്റെ എല്ലാ ഗുണവും രുചിയും മണവും ആകൃതിയും ആ കനിയിലാണ്, എന്നാൽ പഴത്തിലാണ്, ആ സത്തിലാണ്, ആ പഴത്തിലാണ്. എന്നതുപോലെ വിവാഹം എന്ന ആ വിശുദ്ധിയുടെ തലങ്ങളിൽ ദൈവം സൃഷ്ടിച്ച പറുദീസയിൽ ആദി മാതാപിതാക്കന്മാരായ ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ച് അവർക്ക് ഇണചേരുവാൻ, അവർക്ക് സ്നേഹിക്കുവാൻ പുരുഷനെയും സ്ത്രീയുമായി കൊടുത്ത ആ സാഹചര്യത്തിൽ അവിടെ ഒരു ഭാര്യയും ഒരു ഭർത്താവുമാണ്. അത് ഒരു സ്ത്രീയും ഒരു പുരുഷനുമായിരുന്നു. അവിടെ ദൈവം അനുവദിച്ച ചില കനികളുണ്ട്, അവിടെ ദൈവം വിട്ടുകൊടുത്ത ചില കനികളുണ്ട്, അവിടെ ദൈവം കൊടുത്ത ചില കനികളുണ്ട്. അത് ദൈവിക സാന്നിധ്യത്തിൽ, ദൈവിക വിശുദ്ധിയിൽ, ദൈവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിന്നുവാനും കുടിക്കുവാനുമുള്ള ഒരു കനിയാണ് ദൈവം കൊടുത്ത കുടുംബജീവിതം അഥവാ വിവാഹം എന്ന ആ സംഭവം. എന്നാൽ ആധുനിക ലോകം, പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഇതിനിടയ്ക്കുള്ള കാലഘട്ടം ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അത് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ നിലവിലിരിക്കെ സംവിധാനങ്ങൾ ഇരിക്കെ തന്നെ വിവാഹമില്ലാതെയും വിവാഹത്തിലെ പ്രവൃത്തികൾ എന്ന കനി ആസ്വദിക്കുന്നു. സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് വിവാഹം വേണ്ട, അല്ലെങ്കിൽ പുരുഷന്മാർ പറയും, ഞങ്ങൾക്കും കുറേ ആളുകൾക്ക് പറയുകയാണ് ഞങ്ങൾക്ക് വിവാഹത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ വിവാഹത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്കത് വേണം താനും. അതായത് അവിവാഹമായി നിൽക്കെ തന്നെ ചില കനികൾ അവർ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ വിവാഹം കഴിച്ച് നിൽക്കുന്ന ആ മുഖം, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും ഭാര്യ അറിയാതെ ഭർത്താവ് ചില കനികൾ തേടി പോകുന്നു, ഭർത്താവ് അറിയാതെ ഭാര്യ ചില കനികൾ തേടി പോകുന്നു. അപ്പോൾ ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ. എന്നാൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ വീണ്ടും അതിന് വേറൊരു തലമുണ്ട്. ആ തലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ സഭാതലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഭയിൽ നമുക്കറിയാം, നമ്മുടെ മാർപ്പാപ്പയുണ്ട്, കർദിനാൾമാരുണ്ട്, മെത്രാന്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, പിന്നെ നമ്മളുണ്ട്. ഇവിടെയൊക്കെ ദൈവം അനുവദിക്കാത്ത അല്ലെങ്കിൽ പൗരോഹിത്യമായിട്ടോ മെത്രാന്മാരുടെ സ്ഥാനമായിട്ടോ അങ്ങനെയൊക്കെയുള്ള സഭയിലെ ശ്രേഷ്ഠന്മാരായിട്ട് നിൽക്കുന്ന ആളുകൾ, അവർക്ക് അനുവദിക്കപ്പെടാത്ത കനികൾ അവർ തേടിപ്പോകും. അത് നമ്മൾ അത്രയും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ബാക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കർത്താവ് പറയുകയാണ്, അതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ്, ഞാൻ ബ്രഹ്മചാരി ആയാലും, ഞാൻ വിവാഹം കഴിച്ച ആളായാലും, ഞാനൊരു നിരീശ്വരവാദിയായാലും, ഞാൻ ഏത് രൂപത്തിലുള്ള വ്യക്തിയായാലും, എന്നിൽ ഞാൻ തേടുന്ന ചില നിഗൂഢ കനികളുണ്ട്. അതാർക്കും പറയാൻ പറ്റില്ല, അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഏത് കനിയാണ് ആത്മാവ് കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന്. അവിടെ കർത്താവ് പറയാണ്, നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്നും അകന്നുപോയി. വെളിപാടിന്റെ പുസ്തകം 18-ാം അധ്യായം 14-ാം തിരുവചനം. അപ്പോൾ ഈ കാലഘട്ടം മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന കനി നമ്മളിൽ നിന്ന് നഷ്ടമാകുന്ന കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ആ കനിക്ക് പകരം മറ്റു ചില കനികൾ തരുന്ന പശ്ചാത്തലത്തിലേക്ക്, അതിൻ്റെ പുതിയൊരു സ്റ്റെപ്പിലേക്ക് ലോകം അടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു സംഭവം നടക്കും. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, അന്ന് സോദോം ഗോമോറ പോലെയായിരിക്കും. ലോത്തിൻ്റെ നാളുകളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ നാളുകളിലും, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നെടുക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയി ലോത്തിൻ്റെ നാളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് സോദോം ഗോമോറയെ കുറിച്ചാണ് പറയുന്നത്. സോദോം ഗോമോറയുടെ ആസ്വാദനം എന്ന് പറയുന്നത് ദൈവപ്രമാണത്തെ ലംഘിച്ചുകൊണ്ടുള്ള കനിയുടെ ഭക്ഷിക്കലും കനിയുടെ ആസ്വാദനവുമായിരുന്നു. ഇന്നും അത് സംഭവിക്കുകയാണ് പ്രിയപ്പെട്ട. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് എന്താണ്? പുതിയ സംവിധാനത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഒരുപാട് പുരുഷന്മാർക്ക് പെൺകുഞ്ഞുങ്ങളിൽ വിവാഹം കഴിക്കാൻ,
അങ്ങനെ ആ പശ്ചാത്തലം വന്നു നിൽക്കുമ്പോൾ അവർക്ക് ഈ കനികളൊക്കെ അവർക്ക് ആവശ്യമാണ്. പുരുഷന്മാർക്ക് ആവശ്യമാണ്, സ്ത്രീകൾക്കും കനികൾ ആവശ്യമാണ്. അത് ദൈവിക സംവിധാനമാണ്. എന്നാൽ ദൈവം ഒരുക്കിയ സംവിധാനത്തെ നശിപ്പിച്ചുകൊണ്ട് മറ്റു ചില കനികളെ മറ്റു ചില വ്യക്തികളോ സംവിധാനങ്ങളോ ഫാക്ടറികളോ കാഴ്ചപ്പാടുകളോ യന്ത്രങ്ങളോ രൂപത്തിൽ നമുക്ക് ചില കനികളെ നമുക്ക് മുമ്പിൽ വെച്ചു തരുമ്പോൾ അതിൽ കൂടെ നമ്മളത് തിന്നുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ള പശ്ചാത്തലം നമ്മളെത്തി, ലോകത്തിലെത്തി. അതാണ് ഇന്ന് ആധുനിക ലോകത്ത് കാണുന്ന എല്ലാ യന്ത്ര സംവിധാനത്തിൽ കൂടുതൽ ആസ്വാദനങ്ങൾ. അതായത് അവിവാഹിതരായ വ്യക്തികൾക്കും വിവാഹം കഴിച്ച് നിൽക്കുന്നവർക്കും നിഗൂഢമായി രഹസ്യമായി വീണ്ടും ചില കനികൾ തിന്നുവാനുള്ള സംവിധാനങ്ങൾ അതിൻ്റെതായ ലോകം ഉണ്ടാക്കി കൊടുക്കും. ദൈവമല്ല, ലോകം ഉണ്ടാക്കി കൊടുക്കും. ആ ലോകത്തിലൂടെ അങ്ങനെ അത് ആസ്വദിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, നീ ഒറ്റ മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെടും. ഒറ്റ മണിക്കൂർ മതി. ദൈവത്തിൻ്റെ മുമ്പിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ വരവിൻ്റെ മുമ്പിൽ, വരവിൻ്റെ കാലഘട്ടം അടുത്തു വരുമ്പോൾ ഇത്തരം ദൈവനിഷേധമായ കനികൾ സഭയും സഭയിലെ വ്യക്തികളും ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അത് ലോകത്തിൻ്റെ നാടുകൾ പോലെ ആയിരിക്കുമെന്നും അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയാണ്, ഒറ്റ മണിക്കൂർ കൊണ്ട് നിന്നെ നശിപ്പിക്കും. അല്ലയോ സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ അവരുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്തരം കനികൾ തരുന്ന വ്യക്തികളുടെ നാശത്തിൽ ആരാണ് ആഹ്ലാദിക്കേണ്ടത്? ഇവിടെ പറയുന്നത് ലോകം ഇവിടെ കരയും. ലോകം ഇത് നോക്കിയിട്ട് ജനങ്ങൾ ബാബിലോണിനെ കുറിച്ച് വിലപിക്കുന്നു. വെളിപാട് 18:9 അപ്പം ജനങ്ങൾക്ക് ബാബിലോണിൻ്റെ നാശനം, അതിൽ ബാബിലോൺ സംസ്കാരത്തിൻ്റെ ഇത്തരം കനികൾ നശിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾക്കത് സങ്കടവും ദുഃഖവും വരും. അല്ലെങ്കിൽ അവർ പൊടി വാരി തലയിൽ വിതറിക്കൊണ്ടവർ പറയും, കഷ്ടം കഷ്ടം കഷ്ടം, ബാബിലോൺ നശിച്ചു പോയി, ഞാൻ തിന്നാൻ ആഗ്രഹിച്ച പല കനികളും അതിലുണ്ടായിരുന്നു, ആ കനികളെല്ലാം നശിക്കപ്പെട്ടു, ആ നഗരം, ആ സംവിധാനം, ആ കാഴ്ചപ്പാട് എല്ലാം നശിപ്പിക്കപ്പെട്ടു, അയ്യോ കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിലപിക്കും. എന്നാൽ കർത്താവ് പറയാണ്, അല്ലയോ വിശുദ്ധരെ. ആരാണ് വിശുദ്ധര്? ആരാണ് വിശുദ്ധര്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ടി ഏതെല്ലാം കനികളെ എടുത്തു മാറ്റി ഉപേക്ഷിക്കുന്നുവോ, അത് ഏതെല്ലാം കനികൾ കൺമുമ്പിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ ഈ ലോകത്തിലെ കനികളെ കാണുന്നത്, അതൊക്കെ ഏതൊക്കെ നിത്യജീവന് വേണ്ടി മാറ്റിവെക്കുന്നുവോ, ഏതെല്ലാം നിത്യജീവന് വേണ്ടി വലിച്ചെറിയുന്നുവോ, ഏതെല്ലാം വസ്തുക്കളും ആശയങ്ങളും കാഴ്ചപ്പാടുകളും നിത്യജീവന് വേണ്ടി സ്വന്തമാക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവൻ്റെ പരമസത്യത്തെ, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വലിച്ചെറിയുന്ന, ദൂരെ ഉപേക്ഷിക്കുന്ന വ്യക്തികൾ ആരോ, അതാണ് വിശുദ്ധർ. ഈ കാലഘട്ടത്തിൽ, മുൻകാലഘട്ടങ്ങളിലെ വിശുദ്ധന്മാരെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 2025 കാലഘട്ടങ്ങളിലെ വിശുദ്ധന്മാരെ കുറിച്ച് കർത്താവ് പറയുകയാണ്, അല്ലയോ വിശുദ്ധരെ. കർത്താവ് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, വിശുദ്ധരെ എന്ന് പറഞ്ഞാൽ ഈ നിത്യജീവനോട് ഒരുക്കപ്പെട്ട വ്യക്തികൾ. അതായത് ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടർ യന്ത്ര സംവിധാനങ്ങൾ ഉള്ള ഈ സംവിധാനങ്ങളെ എടുത്തു മാറ്റി ഉപേക്ഷിച്ച് ദൂരെ വെച്ച് ഒരുക്കപ്പെട്ട വ്യക്തി, അതാണ് വിശുദ്ധൻ. ഇന്നത്തെ അടുത്താണ് അപ്പസ്തോലന്മാർ. ആരാണ് അപ്പസ്തോലന്മാർ? പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർ യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരാണ് അപ്പസ്തോലന്മാർ. നമുക്കറിയാം, ആ അപ്പസ്തോല പാരമ്പര്യമുള്ള ഇന്നത്തെ വ്യക്തികൾ അത് ചുരുക്കമായി പോകും. കാരണം ഇന്ന് നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ നമുക്ക് ലഭിക്കുന്ന ധ്യാനങ്ങൾ, ക്ലാസ്സുകൾ, വചനപ്രഘോഷങ്ങൾ, പള്ളിയിലെ പ്രസംഗങ്ങൾ, അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ എല്ലാം എത്തരം പ്രസംഗങ്ങളാണ്? ഒരു അപ്പസ്തോലിക പ്രവാചക സ്വരമല്ല, ഒരു അപ്പസ്തോലിക സുവിശേഷമല്ല നമുക്ക് ലഭിക്കുന്നത്. ബട്ട് തിയോളജിയും സൈക്കോളജിയും ഒക്കെ കൂടെ കൂട്ടി കുഴച്ചിട്ട് ഒരു അവിയൽ പരുവത്തിൽ ഒരു ഉരുളയായിട്ട് നമുക്ക് തരും. വല്ലതും കേട്ടാൽ മനസ്സിലാവുമോ? ഇല്ല. വല്ലതും പറഞ്ഞോ? ഇല്ല. വല്ലതും കിട്ടിയോ? ഇല്ല. വല്ലതും മനസ്സിലായോ? ഇല്ല. നിത്യജീവൻ കിട്ടുമോ? കിട്ടുമായിരിക്കും. ഇങ്ങനെ ഒരു കൊട്ടത്താപ്പിൽ, ഒരു അവിയൽ പരുവത്തിൽ പോകുന്ന ഒരു സുവിശേഷമല്ല കർത്താവായ യേശു. പിന്നെ അല്ലയോ അപ്പസ്തോലരെ എന്ന് പറയുമ്പോൾ ആരാണ് അപ്പസ്തോലര്? വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെ വളച്ചൊടിക്കാതെ, തിയോളജി ഇല്ലാതെ, സൈക്കോളജി ഇല്ലാതെ നേർക്കുനേരെ സംസാരിക്കുക. അത് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. അപ്പോൾ അവിടെ എന്തായി? അവിടെ മാതാവില്ല, യൗസേപ്പിതാവില്ല, പന്തൽ പ്രദർശനമില്ല, കൊടിയേറ്റില്ല, രാക്കുളി തിരുനാളില്ല, തുലാഭാരത്തൂക്കില്ല, കൽക്കുരിശില്ല, അവിടെ കൊടിയേറ്റില്ല, ഒന്നുമില്ല, ഓണാഘോഷമില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്താണ്? അത് അപ്പസ്തോലികമല്ല.
അത് അപ്പസ്തോലിയമല്ല, അത് കള്ളപ്രവാചക സ്വരമാണ്. കള്ള കത്തോലിക്ക സഭയെന്നോ കള്ള വൈദികരെന്നോ കള്ളപ്രവാചനെന്നോ കള്ളവചനമെന്നോ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അത് ആ ഭാഗം വിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റുള്ള എല്ലാം എന്താണ്? അപ്പസ്തോലികമല്ല, മറിച്ചെന്താണ്? യേശു ക്രിസ്തു, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഇതിനകത്ത് എവിടെയും തിയോളജി വേണോ? ഇതിനകത്ത് എവിടെയും സൈക്കോളജി വേണോ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. അപ്പസ്തോലികമായിട്ടുള്ള ചിന്തിക്കുക. അതായത് അന്നത്തെ 12 അപ്പസ്തോലന്മാർ കർത്താവായ യേശു ക്രിസ്തുവാണ് നിത്യജീവൻ തരുന്നതെന്നും യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും ഞങ്ങളത് കണ്ട സാക്ഷികളാണെന്നും ഞങ്ങൾ അവൻ്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ 3 വർഷക്കാലം അവൻ്റെ കൂടെ നടന്നെന്നും എടുത്തെന്നും അവനെ കുരിശിൽ തൂക്കി കൊല്ലുന്ന ഞങ്ങൾ കണ്ടെന്നും അവൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും 40 ദിനരാത്രങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഇരുന്നപ്പോൾ വീണ്ടും ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്ക് കടൽ തീരത്ത് അപ്പവും മീനും അപ്പവും പ്രാതലൊരുക്കി കാത്തിരുന്ന കർത്താവാണ്. അത് ഞങ്ങളുടെ അപ്പനാണ്, ഞങ്ങൾക്ക് ജന്മം തന്നെ അപ്പനാണ് ഞങ്ങളുടെ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ആകുന്ന ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോയി പ്രസംഗിച്ച ആ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ആ അപ്പസ്തോല പ്രവാചകനെ ഇന്ന് ആര് നേർക്കുനേരെ സംസാരിക്കുന്നു, വചനം യേശു ക്രിസ്തുവിന്റെ വചനം സംസാരിക്കുന്നു, അതാണ് അപ്പസ്തോലികം, അതാണ് പ്രവാചകപരമുള്ളത്. അവരാണ് പ്രവാചകന്മാരെ, അതാണ് അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ കർത്താവ് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് പ്രവാചകന്മാരുണ്ടോ? ഒപ്പം ഇന്ന് പ്രവാചക സ്വരത്തിൽ സംസാരിക്കാൻ കഴിയുന്ന വചനപുരുഷരോ കുറച്ച് അച്ഛന്മാരോ കയ്യിലേക്ക് ഉണ്ട് പ്രിയ സഹോദരങ്ങളെ. അവർക്ക് യാതൊരു മറയുമില്ല. പച്ചയായിട്ട് അവർ കാര്യങ്ങൾ പറയും, പച്ചയായിട്ട് കാര്യങ്ങൾ പറയും. അവരെ വിലക്കിയിട്ടും കാര്യമില്ല. അവർ വിലക്കാനൊന്നും അവർ സംഭവിക്കില്ല. അവർ പറയാനുള്ള കാര്യങ്ങൾ നേരെ പറയും. ഇതാണ് സംഭവം, ഇങ്ങനെയാണ് സംഭവം, ഇതാണ് ശരി, ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ വളച്ച് പറയുന്ന സുവിശേഷം നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. ചില അത്ഭുതങ്ങൾ കാണിച്ചിട്ട് അങ്ങനെയാണെന്ന് പറയും. ചില മെത്രാന്മാർ അല്ലെങ്കിൽ മെത്രാന്മാരെ കീഴിൽ നിൽക്കുന്ന അച്ഛന്മാർ, ആ മെത്രാന്മാർ നമ്മൾ ശാസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് വളച്ചൊടിക്കും. ചില പ്രവാചക സ്വരം ഉണ്ടായിരുന്ന ചില വ്യക്തികൾ അവരെ ശാസിച്ചതിന് പുറത്ത് ആ പ്രവാചക സ്വരം മാറ്റിവെച്ച് വെറും സുവിശേഷം പറയുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ധ്യാന സെൻറ്ററിൽ ഒരു ഏകദിന പ്രോഗ്രാമിന് പോയി. അപ്പോൾ അവിടെ പറയുന്നത് ഒരു അച്ഛനാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തു സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എപ്പോഴും പറയാൻ കൊള്ളാവുന്ന വചനമല്ലത്. യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ കാലഘട്ടമായ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരം വരുന്നു. മാതാവ് യോസേപ്പിതാവും പോയതും പ്രസവിച്ചതും ആ പുൽക്കൂട്ടി പോയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എന്താണ് അവർ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രവാചക സ്വരത്തിൽ കർത്താവിൻ്റെ പ്രവാചകൻ പറയുന്നത്, ഇതാ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ കാലഘട്ടമായി. 2033 യുഗാന്ത്യമാണ്. 2030 മുമ്പ് 7 വർഷത്തെ യുദ്ധമുണ്ട്. യുദ്ധത്തിൻ്റെ ആഗതമായ കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ലോകം മുഴുവൻ സോദോം ഗൊമോറയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ആവശ്യമില്ലാത്ത കനിയുടെ പുറകെ പോകുന്നു. ആവശ്യമില്ലാത്ത അശുദ്ധിയുടെ പുറകെ പോയി വിശുദ്ധി നഷ്ടപ്പെടുത്തി നിത്യവും നഷ്ടമാക്കുന്നു. അതിന് ഇന്ന രീതിയിൽ കുമ്പസാരിക്കണം, ഇന്ന ധ്യാനങ്ങൾ കൂടണം, ഈ രീതിയിൽ പ്രവർത്തിക്കണം. നിന്റെ കൺമുമ്പിൽ ഇരിക്കുന്ന മ്ലേച്ഛമായ വസ്തുക്കൾ, പാപഹേതുക്കളാകുന്ന കണ്ണിൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുക്കൾ നീ എടുത്ത് ദൂരെ ഇടണം. എസ്.കെ. പുരാൻ്റെ പുസ്തകത്തിൽ അതൊരു ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. നീ വിഗ്രഹമാകുന്ന വസ്തുക്കൾ കൺമുമ്പിൽ വെച്ചുകൊണ്ടും പാപഹേതുക്കളെ കൺമുമ്പിൽ വെച്ചുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞ ക്ലാസ് ഒന്ന് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ സംസാരിക്കുന്ന പ്രവാചക സ്വരമുള്ള സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്ന വചനപ്രഘോഷകർ ഇത് ലോകത്തും കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവരാണ് പ്രവാചകന്മാർ. വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. അപ്പം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു നിങ്ങളുടെ രഹസ്യങ്ങൾ പറഞ്ഞുതരാം. അതുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. പച്ചയായ സത്യമാണ് പറയുന്നത്. അതായത് അവളുടെ നാശം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ നാശമെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ സഭ നശിച്ചു പോകാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ സഭ നശിച്ചു പോകാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? സഭ നശിച്ചു പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല, കത്തോലിക്ക സഭ നിലനിൽക്കണമെന്നും സഭയിലൂടെ അനേകർ രക്ഷപ്പെടണമെന്നും രക്ഷപ്പെട്ട് കർത്താവിൻ്റെ നിത്യത്തിലേക്ക് എത്തണമെന്നുമാണ് കർത്താവും നമ്മളും എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ സംഭവിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് മനസ്സിലാണെങ്കിൽ നമ്മൾ എവിടെ നോക്കണമെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വചനം എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം ഇപ്രകാരമാണ്. അത് നമ്മൾ അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 7-ാം ദിനം
വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് വിശുദ്ധര്? ഒന്ന് ഇസ്രായേൽ ജനം വിശുദ്ധര്, രണ്ട് കത്തോലിക്ക സഭയിലെ ഓരോ അംഗങ്ങൾ വിശുദ്ധരാണ്. അപ്പോൾ വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അവൻ അനുവാദം നൽകി എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയെ കീഴ്പ്പെടുത്തി അതിനെ കീഴ്പ്പെടുത്തുവാൻ, സാത്താനെ കീഴ്പ്പെടുത്തുവാൻ അതിന് അനുവാദം നൽകിയിരുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരവാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ അവസാന വെളിപാട് 17:1 അതിൻ്റെ ഇണവചനം കൊടുത്തിരിക്കുന്ന ജെറമ്യാ പ്രവചന പുസ്തകം 51:13 അതിൻ്റെ പരിഭാഷ കൊടുത്തിരിക്കുന്നതാണ്. റോമ നഗരത്തെയാണ് വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. വേശ്യാവൃത്തി വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ റോമ നഗരം എന്ന് പറയുന്നത് ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ റോമ നഗരം, ഇന്ന് റോമിൻ്റെ തലസ്ഥാനമാണ് വത്തിക്കാൻ. വത്തിക്കാൻ കത്തോലിക്ക, ആഗോള കത്തോലിക്ക തിരുസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. സഭയുടെ ആസ്ഥാനമാണ് വത്തിക്കാൻ. അവിടെയാണ് മാർപ്പാപ്പ ഇരിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പയും ഇന്നത്തെ ആ സാഹചര്യത്തിൽ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, റോമ നഗരം ഇന്ന് വേശ്യാ നഗരമാണ് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, നിങ്ങളാരും എൻ്റെ നേരം ചാടിക്കെട്ടിയൊന്നും പറയരുത്. നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ സൂക്ഷിച്ച് കമൻ്റ് ഇടണം. കാരണം വെച്ചാൽ കർത്താവ് പറഞ്ഞ വചനത്തിന് ആസ്പദമാക്കിയാണ് പറയുന്നത്. ഈ ലോകം എവിടെ എത്തപ്പെട്ടു? നമ്മൾ മനുഷ്യൻ ഏത് കനി തേടിയാണ് പോകുന്നത്? യേശുക്രിസ്തു എന്ന നിത്യജീവൻ്റെ കനി തേടിയാണോ പോകുന്നത്, അതോ വേശ്യാവൃത്തിയുടെ കനി തേടിയാണോ നമ്മൾ പോകുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ കേൾക്കുമ്പോഴേ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് പ്രിയ സഹോദരങ്ങളെ. കാരണം റോമാ നഗരത്തെയാണ് വേശ്യ എന്ന് വിളിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ താഴെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൂണ്ട് വചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ എഴുതുന്നത്, റോമാ നഗരത്തെയാണ് വേശ്യ എന്ന് വിളിച്ചിട്ട് വേശ്യാവൃത്തി വിഗ്രഹാരാധനയെ സൂചിപ്പിക്കും. അപ്പോൾ വിഗ്രഹാരാധന ഏതൊക്കെയാണ്? അത് ഞാൻ ഇതിനു മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്നതാണ് ഇന്ന് പാപഹേതുക്കളെ കൺമുമ്പിൽ വെച്ചുകൊണ്ടും വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് വസിക്കാൻ പറയുന്ന ദിവസം പാപഹേതുക്കൾ പാപം ചെയ്യുവാൻ ഹേതുവാകുന്ന വിഗ്രഹങ്ങളെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഈ കാണുന്ന സംഭവം. അതായത് സംവിധാനങ്ങൾ, യന്ത്ര സംവിധാനങ്ങൾ. അത് ടെലിവിഷനാകാം, കമ്പ്യൂട്ടറാകാം, ഇൻ്റർനെറ്റ് ആകാം, മൊബൈൽ ഫോണാകാം, റോബോട്ടുകളാകാം, ഫേസ്ബുക്കുകളാകാം, അതുമായിട്ട് പത്രമാസികളാകാം, ആശയങ്ങളാകാം, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്ന ചില കാഴ്ചപ്പാടുകളാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളാവാം. ഇതെല്ലാം വിഗ്രഹമാണ്. യേശുക്രിസ്തു എന്ന ഏക സത്യദൈവം എന്ന പരമസത്യയിൽ നിന്ന് വ്യതിചലിച്ച് ബാക്കി വരുന്നത് മുഴുവനും വിഗ്രഹാരാധനയാണെന്ന് അതിൻ്റെ പച്ചയായ അർത്ഥം. അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ആത്മാവ് കൊതിക്കുന്ന കനി ഏതാണ്? അപ്പോൾ നിൻ്റെ ആത്മാവ് കൊതിക്കുന്ന കനി നിന്നിൽ നിന്ന് അകന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യർ നിഗൂഢമായി ആഗ്രഹിക്കേണ്ടതും കാണേണ്ടതും സർവശക്തനായ യേശു ക്രിസ്തു എന്ന പരമസത്യ ദൈവത്തെയാണ്. ആ കനിയാണ് നമ്മൾ തേടിപ്പോകേണ്ടത്. എന്നാൽ നാം ഇന്ന് കാണുന്ന കനി ഏതൊക്കെയാണ് കനി ആയിട്ട് സഭയിലുള്ളത്? നമ്മുടെ ആഗോള കത്തോലിക്ക തിരുസഭയിലെ കനികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തിയാൽ മതി. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം അതിൻ്റെ ലിങ്ക് അനുസരിച്ച് ഞാൻ പറയുന്നുണ്ട്, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധരെ, ആരാണ് വിശുദ്ധർ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പസ്തോലന്മാരെ, ആരാണ് അപ്പസ്തോലന്മാർ? ആരാണ് പ്രവാചകന്മാർ? അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കും. അപ്പോൾ അതിൻ്റെ അനർത്ഥമുണ്ട്. അത് ലോകത്തുള്ള ഈ സംവിധാനങ്ങൾ, ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബാബിലോൺ സംസ്കാരമുള്ള രാഷ്ട്രമോ രാഷ്ട്രീയ ആശയങ്ങളോ കാഴ്ചപ്പാടുകളോ സംവിധാനങ്ങളോ ഒക്കെയും ആവാം. മറ്റൊന്ന് നമ്മൾ ആഗോള കത്തോലിക്ക തിരുസഭയുമാകാം. ഇത് രണ്ടും അർത്ഥം ഇതിനകത്തുണ്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അപ്പം നമ്മളിവിടെ എടുക്കേണ്ടത് സഭയെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ കർത്താവ് അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. അനന്തരം ശക്തമായ ദൂതൻ വലിയ തിരികല്ല് പോലെ ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ബാബിലോൺ നഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും. അപ്പോൾ സഖറിയാ പ്രവചന പുസ്തകം 13-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറും, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. എന്തുകൊണ്ടാണ്? ഇന്ന് നമ്മുടെ ബലം വിശുദ്ധിയാണ്. ബലം വിശുദ്ധിയും പരിശുദ്ധിയുമാണ് ബലം. ആ വിശുദ്ധിയും പരിശുദ്ധിയും നഷ്ടപ്പെട്ട് നമ്മൾ ചില അശുദ്ധമായ കനികൾ തേടി ഇന്ന് ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളും ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ
ഈ പോകുമ്പോൾ, അതായത് സമ്പത്തിൻ്റെ പുറകെ ആവാം, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പുറകെ ആവാം, വസ്ത്ര സംവിധാനത്തിൻ്റെ പുറകെ ആവാം, വലിയ വീടും കാറും ആവാം, അല്ലെങ്കിൽ അയൽറ്റി സോയൽറ്റീസ് ആവാം, ഇതെല്ലാം വിഗ്രഹാരാധനയും. ആ വിഗ്രഹാരാധന സൂചിപ്പിക്കുന്ന എന്താണ്? കർത്താവ് പറയുന്നത്, മഹാനഗരമേ, ബാബിലോൺ സംസ്കാരമുള്ള മഹാനഗരമേ, ഇതുപോലെ നീ മരിച്ചു പ്രിയപ്പെടും. കർത്താവ് സ്വർഗത്തിൽ നിന്നൊരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞെന്ന് പറയുന്ന അതാണ് ഇനി വരാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ. അതൊരു വലിയൊരു സത്യം കൂടെ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിപ്രകാരമാണ്. നമുക്കറിയാം, നാസ പോലുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ പറയുന്നുണ്ട്, ലോകത്ത് പ്രപഞ്ചത്തിൽ നിന്ന് വലിയൊരു കല്ല് ഭൂമിക്ക് നേരെ വരുന്നുണ്ട്. അത് 3,50,000 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് ഭൂമിക്ക് നേരെ വന്നാൽ, ഭൂമിയിലേക്ക് നിപതിച്ചാൽ, ഭൂമിക്കുള്ളിലേക്ക് അത് ഇറങ്ങിപ്പോവുകയും ലാവ അതിന് പുറത്തേക്ക് വരികയും ആ ഭാഗം അത്രയും വെണ്ണീറാകുകയും ഒരു അണുബോംബിനേക്കാൾ ശക്തമാണ് എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രം അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കർത്താവ് പറയാണ്, കർത്താവ് തന്നെ ഒരു കല്ലെടുത്ത് ഭൂമിയിലേക്കിടും. ഏതാ സമുദ്രത്തിലേക്ക് ഇടുന്നത്? സമുദ്രത്തിലേക്ക് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന സമുദ്രം ഏതാണ്? കടലല്ല, ഈ ജനസമുദ്രം. ജനത്തിൻ്റെ മേൽ കർത്താവ് ഒരു അണുബോംബിടും എന്നാണ് അതിനർത്ഥം. ബാബിലോൺ നഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും. ഇനി ഒരിക്കലും അവൾ കാണപ്പെടുകയില്ല. വീണ വായനക്കാരുടെയും ഗായകരുടെയും കുഴലുതുന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനിമേൽ നിന്നിൽ കേൾക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അശുദ്ധവും ഭീവത്സവുമായ അശുദ്ധിയുടെ പുറകെ പോകുന്ന കത്തോലിക്ക സഭയിൽ ഇനി എന്താണ്? വീണ വായന ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വരം ഉണ്ടാവുകയില്ല. വീണ എപ്പോഴും സ്ത്രീ സ്വരമായിട്ട് ബന്ധപ്പെടും. ഗായകർ ആരാണ് ഇന്നത്തെ ഗായകർ? ഇന്നത്തെ ഗാനങ്ങളൊക്കെ കേൾക്കാനുള്ളത് ഗാനങ്ങളൊന്നുമില്ല, വളരെ അപൂർവമാണ്. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പാടിക്കൊണ്ടിരുന്ന പല പാട്ടുകളിൽ ഇന്ന് കേൾക്കാൻ കൊള്ളുന്നതാണുള്ളൂ. ഇപ്പോൾ പാടുന്ന ഒരു പാട്ടും ഗായകരെയും കാണാനും കേൾക്കാനും കൊള്ളില്ല. അതാണ് അർത്ഥം. ഗായകരെയും കുഴലൂതുന്നവരെയും. ഇതെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് വേണ്ടിയിട്ട്, ചില പന്തൽ പ്രദർശനങ്ങൾക്ക് വേണ്ടി, ചില മെത്രാന്മാരുടെ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില ഇത് കുഴലൂതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ ഓണാഘോഷങ്ങൾ അതൊക്കെ ഒരു കുഴലൂത്താണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കുഴലൂതാണ് എന്ന് വരുന്നല്ലേ. വീണവായനക്കാരുടെയും കുഴലൂന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും, അതായത് ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി തയ്യാറാക്കപ്പെടുകയും ചെയ്യുന്നവരുടെയും കാഹളം. ദൈവശബ്ദത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സിലും കാര്യങ്ങൾ നടക്കുന്നത് അത് നിന്നുപോകും. ശബ്ദം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ അവശേഷിക്കില്ല. എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണം എന്നേക്കുമായിട്ട് നിന്നു പോകാൻ പോകുന്നു. തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ ഉയരുകയില്ല. എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥം തിരികല്ലിൽ നിന്ന്, അന്ന് തിരികല്ലിലാണ് ധാന്യങ്ങൾ പൊടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് മില്ലുകളിൽ ധാന്യം പൊടിക്കുന്നു. ആ ധാന്യം പൊടിക്കുന്ന സംവിധാനങ്ങൾ ഇനി തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ ഉയരുകയില്ല. ഒരു ദീപവും ഇനി ഒരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല. ഒരു ദീപവും, ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ദീപക്കത്തീരും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ അലങ്കാരങ്ങളും ഇനി ഉണ്ടാവുകയില്ല. വധുവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ ഉയരുകയില്ല. എന്ന് പറഞ്ഞാൽ വധുവരന്മാർ എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ സ്വരം ഇനി ഉണ്ടാവുകയില്ല. പക്ഷേ വിവാഹത്തിൻ്റെ മറ്റു സംവിധാനങ്ങൾ, വിവാഹത്തിൻ്റെ മറ്റ് ആസ്വാദനങ്ങൾ ലോകത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതാണ് കനി. ആത്മാവ് കൊതിക്കുന്ന പല കനികളുമുണ്ട്. ആ കനികൾ ഇതിൻ്റെ എല്ലാം അന്തർലീനമായിട്ട് കിടക്കും. അതെല്ലാവരും പോയി കാണുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും, തിന്നുകയും ചെയ്യും, കുടിക്കുകയും ചെയ്യും. നിൻ്റെ വ്യാപാരികൾ ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കില്ല. നിൻ്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കത്തോലിക്ക സഭയിലെ വൈദികർ, മെത്രാന്മാർ, മാർപ്പാപ്പന്മാരൊക്കെ ഭൂമിയിലെ ഉന്നതന്മാരുമായിട്ട്, എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് പുറത്തുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ ധാരാളം ബന്ധങ്ങളുള്ളവരാണ്. അതിൻ്റെ ആത്മീയ ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും സാമ്പത്തിക ബന്ധങ്ങളും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ബന്ധമുണ്ട്. ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്. കർത്താവാണ്, നിൻ്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിൻ്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെ നീ വഞ്ചിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നിൻ്റെ ആഭിചാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും വിശ്വാസവും വിശുദ്ധിയും അല്ലാതെയുള്ള ഒത്തിരി പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. നീ വഞ്ചിക്കപ്പെടുകയും ചെയ്തു. പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വിധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു. അപ്പോൾ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അബോർഷനുകൾ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, വ്യഭിചാരങ്ങൾ നടക്കുന്നു. ഇതെല്ലാം എവിടെയാണ് നമ്മൾ സംഭവിക്കുന്നത്? നമ്മുടെ റോമാ നഗരത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വത്തിക്കാനോട് അനുബന്ധിച്ച് വരുന്ന എല്ലാ സമയവും അതിനുള്ള ആഗോള തിരുസഭയിൽ നിന്ന് മൊത്തമായിട്ട് പറയാം. അപ്പോൾ കർത്താവ് പറയാണ്, ഈ സംഭവങ്ങളെല്ലാം നീ ആഗ്രഹിച്ച കനിയും തേടി നീ പോകുമ്പോൾ ഓർത്തുകൊള്ളുക. നീ ഇതിൻ്റെ പിന്നാലെ, അതുകൊണ്ടാണ് വെളിപാട് 18:4 വചനം പറഞ്ഞ് വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ്. ആ വചനം പറഞ്ഞേ പറ്റൂ. എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുവിൻ. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ വിട്ടിട്ട് പോലും നമ്മൾ ഓടേണ്ടി വരും. സഭയ്ക്കുള്ളിലേക്ക് കയറി വരുന്ന
അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തിന് വിരുദ്ധമായി ഉള്ള വചനവും പ്രബോധനങ്ങളും കാര്യങ്ങളും അതിൻ്റെ വാക്കുമാറ്റിയുള്ള പ്രഭാഷണങ്ങളും അതിൻ്റെ വാക്കുമാറ്റിയുള്ള കള്ളക്കളികളും ഒക്കെ വരുമ്പോൾ ഇത് നമുക്ക് ജ്ഞാനമുണ്ടല്ലോ, ദൈവജ്ഞാനം വെച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ശരിയായ പ്രബോധനമല്ല, ശരിയായ സത്യസന്ധമായ കാര്യങ്ങളല്ല, അതൊക്കെ വളച്ചൊടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവ് പറയാണ്, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും, അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ഏതാനും വർഷങ്ങൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സഭയിൽ പോലും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും അളവ് നമുക്ക് യേശുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുകയില്ല. മറിച്ചെന്താവും, ചില കാഴ്ചപ്പാടുകൾ, ചില കൂട്ടായ്മകൾ, അത് സിനഡ് കൂട്ടായ്മകൾ, മെത്രാൻ സംഘത്തിൻ്റെ കൂട്ടായ്മകൾ, ഇവിടെ മാർപ്പാപ്പയുടെ സമ്മേളനം, അവിടുത്തെ കൂട്ടായ്മകൾ, അതിൻ്റെയൊക്കെ പ്രബോധനമായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. ഇപ്പോൾ അതിൻ്റെ വരാൻ തുടങ്ങി, ബൈബിളിന് മാറ്റം വരാൻ തുടങ്ങി, കുർബാനയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി, പാട്ടുകൾക്ക് മാറ്റം വരാൻ തുടങ്ങി, വസ്ത്ര സംവിധാനത്തിൽ മാറ്റം വരാൻ തുടങ്ങി, തൊപ്പികളിലെ ചിഹ്നങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മറ്റൊന്നെന്താണ്, ഈ ആവശ്യമില്ലാത്ത കനികൾ തേടി പോവുകയും ആവശ്യമില്ലാത്ത കനികൾ ഭക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കർത്താവ് പറയാണ്, കഷ്ടം, ഒറ്റ മണിക്കൂർ മതി എനിക്ക് നിന്നെ നശിപ്പിക്കുവാൻ. കർത്താവ് കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ. അതിനാൽ ഈ വിശുദ്ധ വചനത്തെ ഈ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു സ്റ്റെപ്പ് കൂടി കർത്താവിൻ്റെ അടുത്തേക്ക്, കാരണം ഇന്നലെ നാളെ സഭയ്ക്ക് ഇടടി വരും. അതുകൊണ്ട് പറഞ്ഞ സക്കറിയ 13:7, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും, ഞാൻ ഇടയനെ വെട്ടുക എന്ന് പറഞ്ഞാൽ, ഇടയനെ വെട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വാൾ ഉപയോഗിച്ചായിരുന്നു യുദ്ധമെങ്കിൽ ഇന്നെന്താണ്, ആണവ ബോംബുകളാണ്. ആണവ ബോംബുകൾ ഇട്ടുകൊണ്ട് യൂറോപ്പിൻ്റെ നേരെ ആണവ മിസൈലുകൾ തിരിച്ചു വെച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു ആണവ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് ലോകം എത്തപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെ സഭയും ലോകവും കടന്നു പോകുമ്പോൾ ഈ വചനങ്ങൾക്ക് പ്രാധാന്യം ഏറെയാണ്. കാരണം ഏത് നിമിഷവും ഒരടി, ഒരു ആണവ സ്ഫോടനം വത്തിക്കാനിലും അല്ലെങ്കിൽ യൂറോപ്പിലും സംഭവിച്ചാൽ ആടുകൾ ചിതറും. ആടുകൾക്ക് അഭയസ്ഥാനമില്ലാത്ത വിധം ആടുകൾ അഭയം തേടും എന്ന് പറഞ്ഞാൽ അച്ഛന്മാരുടെ മെത്രന്മാരൊക്കെ വിളിച്ചു ചോദിക്കാം, ഇതാ വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടു, അവിടുന്ന് പണം അയക്കുന്നില്ല, അവിടെ മക്കൾ മരിച്ചെന്നാ തോന്നുന്നു, യൂറോപ്പിൽ കുറേ ആൾ മരിച്ചതായിട്ട് വാർത്ത വരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും മെത്രാനെ, എന്ത് ചെയ്യും അച്ഛന്മാരെ, എന്ത് ചെയ്യാം? നമ്മുടെ മാർപ്പാപ്പയെ വിളിച്ചു ചോദിക്കുകയാണ്, ഫ്രാൻസ് മാർപ്പാപ്പയെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വല്ല ഫോൺ കോളും കിട്ടുമോ? കിട്ടില്ല. വല്ല മറുപടിയും കിട്ടുമോ? കിട്ടില്ല. പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ കനി തേടി പോകുന്നത്? ഈ കനിയൊക്കെ തേടി പോകുന്നതിന് പകരം ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന നിത്യജീവൻ്റെ കനി, ആ കനി തേടി നമ്മൾ പോകണം. ആ കനി തേടി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവവചനമാണ് ആ കനി. ഈ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ, അത് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെളിപാട് ഗ്രന്ഥത്തിലെ ആസ്പദമാക്കിയുള്ള സനാതന സുവിശേഷ കനികൾ. സനാതന സുവിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്താണ് സനാതന സുവിശേഷം? സമൃദ്ധിയുടെ സുവിശേഷമല്ല, വേദനയിൽ. അതായത് എന്താണിത്? തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും, മരണവും വിലാപവും ക്ഷാമവും അഗ്നിയും പകർച്ചവ്യാധികളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂമികുലുക്കവും പ്രകൃതിക്ഷോഭവുമാകുന്ന ആ അസ്വസ്ഥതയിൽ, ആ മരണത്തെ മുഖാമുഖം കാണുന്ന ആ കാലഘട്ടത്തിൽ, ആ പശ്ചാത്തലത്തിൽ 2027, 2030, 2033 യുഗാന്ത്യം തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഇതെല്ലാം വരുമ്പോൾ അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സുവിശേഷം, അപ്പോൾ നമ്മൾ ഗ്രഹിച്ചൊരു സുവിശേഷം, ആ എല്ലാ സമൃദ്ധിയും ഇല്ലാതെ എല്ലാ വേദനയുടെയും ആകുലതയുടെയും നടുക്ക് നിന്ന് കർത്താവായി യേശു ക്രിസ്തു എന്ന് വിളിക്കുന്ന ഒരു സനാതന സുവിശേഷമുണ്ട്. അതാണ് യഥാർത്ഥ കനി. ആ കനിയിലേക്ക് നിന്റെ ആത്മാവ് വളർന്നിട്ടുണ്ടോ? രക്ഷിക്കപ്പെടും. നീ അച്ഛന്മാരുടെ കുപ്പായവും മെത്രാന്മാരുടെ ലോഹയും മാത്രം കണ്ടുകൊണ്ടുള്ള ക്രിസ്തു വിശ്വാസമാണെങ്കിൽ തീർന്നു പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഞാൻ ഇട്ടേനെ അടിക്കും, ആടുകൾ ചിതറും. ഇത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകാനുള്ളതാണ് കത്തോലിക്ക സഭ. സഭയിലെ അശുദ്ധികൾ അത്രമാത്രം വളർന്നു വലുതിരിക്കുന്നു. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം എന്തെഴുതി വെച്ചോ അത് അതേപടി വിശ്വസിക്കുക, അതേപടി പാലിക്കുക. അതിനകത്ത് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. അതാണ് സനാതന സുവിശേഷം. സമൃദ്ധിയുടെ സുവിശേഷം കഴിഞ്ഞു. സുവിശേഷത്തിൻ്റെ കാലഘട്ടം സഭയിൽ തീർന്നു. സഭയിൽ സുവിശേഷം ഇനി പ്രഘോഷിക്കപ്പെടാൻ പാടില്ല. അത് തെറ്റാണ്, അത് ശരിയല്ല. സുവിശേഷമല്ല ഇനി വേണ്ടത്. ഇനി സനാതന സുവിശേഷമാണ് വേണ്ടത്. സനാതന സുവിശേഷം വിശുദ്ധിയുടെ സുവിശേഷമാണ്, പരിശുദ്ധിയുടെ സുവിശേഷമാണ്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുക. അത് വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ,
പ്രവാചകന്മാരെ. ആരാണ് ഈ അപ്പസ്തോലന്മാർ? ആരാണ് പ്രവാചകന്മാർ? ആരാണ് വിശുദ്ധ? ഇപ്പം ഞാൻ അല്പസമയം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ, അല്ല പെട്ടെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൽ ആഴപ്പെടാത്ത ഒരു വ്യക്തിക്കും പ്രതിസന്ധികളിൽ അതിജീവിക്കാൻ സാധ്യമല്ല. വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് വരും. വലിയ 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 പ്രതിസന്ധികൾ, മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര അതിഭയാനകമായ പ്രശ്നങ്ങൾ ഭൂമിയിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ സഭയിൽ, വീട്ടിൽ, നമ്മുടെ ലോകത്ത് മുഴുവനും സംഭവിക്കുമ്പോൾ എന്തു സംഭവിക്കും? അപ്പോൾ നമുക്ക് വിശുദ്ധി പ്രാപിക്കാം. അയ്യോ യേശുവേ എന്നൊരു വിളി വിളിച്ച് അങ്ങ് രക്ഷപ്പെടുമെന്ന് ആരും വിചാരിച്ചു പോകരുത്. അതിനു മുമ്പാണ് ഈ വചനം പ്രഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരുങ്ങാനുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ. ഈ നിമിഷം, ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരുങ്ങാൻ അതിന് പല മാർഗങ്ങളിലൂടെ ഒരുങ്ങാൻ. നിങ്ങൾക്കൊരു ധ്യാനം കൂടി ഒരുങ്ങണമെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ധ്യാന സംവിധാനം കൊണ്ട് വേഗം ധ്യാന സെന്ററുകളിലേക്ക് കൂടിക്കൊള്ളുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല കുമ്പസാരങ്ങളും നല്ല വചനവും ഒക്കെ കേട്ട് നിങ്ങളുടെ ആത്മാവിനെ ഒരുക്കി വെച്ചോ. കാരണം കർത്താവ് പറയാണ്, ഞാൻ ഇടയനെ വിട്ട് ആടുകൾ ചിതറും. ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. പിന്നെ കനി, നമ്മൾ ആഗ്രഹിക്കാത്ത കനി നമുക്ക് ആഗ്രഹിച്ച കനി നമ്മളിൽ നടന്നു പോവുകയും ആഗ്രഹിക്കാത്ത കനി നമ്മൾ കാണുകയും കേൾക്കുകയും തിന്നുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ നില അതിദയനീയം, അതിപരമദയനീയമായിട്ട് മാറും. യഥാർത്ഥ കനി എന്താണ്? കുടുംബജീവിതത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള ആ ജീവിതം. അതുകൊണ്ട് കുടുംബജീവിതമാണ് ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന, ദൈവം കൊടുത്തിരിക്കുന്ന കനി. അത് യേശുവിനോട് ചേർന്നുള്ള കനി. ആ കനി നഷ്ടപ്പെടുത്തി മാറ്റിക്കളഞ്ഞിട്ട്, അതിനെ ഉപേക്ഷിച്ചിട്ട്, അതിനെ ഇല്ലാതാക്കിയിട്ട്, സഭയെ നശിപ്പിച്ച്, സഭയെ ഇല്ലാതാക്കി, അതെല്ലാം മാറ്റി വെച്ചിട്ട് വേറെ ചില കനികൾ നമ്മൾ തീറ്റിക്കുകയും തിന്നുകയും കുടിപ്പിക്കുകയും അതിൽ സംതൃപ്തി കണ്ടെത്തുകയും അത് മതി. അതാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് വചനം ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഏതാണ് ആമോസ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? അന്ന് സുന്ദരികളായ യുവാക്കന്മാരും യുവതികളും കടൽ മുതൽ കടൽ വരെ കർത്താവിൻ്റെ വചനം തേടി ഉടണമെങ്കിലും അവർ കണ്ടെത്തിയില്ല. അങ്ങനെ കണ്ടെത്താതെ വരുമ്പോൾ അവർ അക്ഷീമ ദേവതയാണ്, ബാൽ ദേവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നാമത്തിൽ കള്ളസത്യം ചെയ്യും. അങ്ങനെ കള്ളസത്യം ചെയ്യുന്നവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. അതാണ് വചനം. അപ്പോൾ എവിടെയാണ് വചനം കിടക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ സുന്ദരികളായ യുവാക്കന്മാർ യുവളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യേശു ക്രിസ്തുവിൻ്റെ സഭയിലുള്ള നമ്മൾ യുവാക്കന്മാർ കർത്താവിൻ്റെ വചനം തേടി ഉടനും. ആ സമയത്ത് 2027 കാലഘട്ടം, 2030 കാലഘട്ടം വരുമ്പോൾ വചനപ്രഘോഷണം എന്ന സംഭവം ഉണ്ടാവുകയില്ല. സഭ വളരെ രഹസ്യ സഭകളായിട്ട് മാറിയേക്കാം, അല്ലെങ്കിൽ സഭ പ്രത്യക്ഷത്തില്ലാതെ വന്നേക്കാം, അല്ലെങ്കിൽ വ്യാജസഭ വന്നേക്കാം. സഭ എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ നിലനിൽക്കും. വ്യാജസഭ വരും. ശരിയോ തെറ്റോ നമുക്ക് പറയാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത കനികൾ തീറ്റിക്കുകയും കാണിക്കുകയും ചെയ്യുന്ന സംവിധാനം സഭയിൽ കൂടെ തന്നെ വരും. അപ്പോൾ അവർ കൺഫ്യൂഷനായിപ്പോൾ നമ്മൾ ആകെ വൈബ്രേഷനായി പോകും. എന്താണിത്? ഇതിൽ ശരിയേത് തെറ്റേത് നമ്മൾ വല്ലാതെ അസ്വസ്ഥപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എവിടുന്ന് വചനം കേട്ടാലും, ഈ എന്നിൽ നിന്ന് വചനം കേട്ടാൽ പോലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ്, ഈ വചനം, ഈ വ്യാഖ്യാനിച്ചിരുന്ന വചനങ്ങളെ നിങ്ങളെടുത്ത് വായിക്കണം. ഈ വചനം നിങ്ങളെടുത്ത് വെച്ച് വായിക്കണം. എന്നിട്ട് നിങ്ങൾ ഇത് ചിന്തിക്കണം. ഈ ക്ലാസ് വെച്ച് കേൾക്കണം. അത് അറിയപ്പെടാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പ്രവാചക സ്വരത്തിൽ നിങ്ങളോട് കർത്താവ് പറയുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കി കഴിയുമ്പം ഇത് പിന്നെയുള്ള വചനമുണ്ട്. ആ വചനത്തിൽ നിങ്ങൾ ആഴപ്പെടുക. അപ്പോൾ വിശുദ്ധനെ എന്ന് പറയുമ്പോൾ ആ വിശുദ്ധിയുടെ എൻ്റെ ഹൃദയത്തിലുണ്ടോ? വിശുദ്ധിയുടെ സ്ഥാനത്താണോ നിൽക്കുന്നത് നിങ്ങൾ പരിശോധിക്കണം. അപ്പസ്തോലന്മാരെ പറയുമ്പോൾ അപ്പസ്തോലന്മാരുടെ സ്വഭാവമുള്ള സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്ന ആളാണോ? സുവിശേഷനോട് ജീവിക്കുന്ന ആളാണോ? സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളാണോ? യേശുവിനെ മറ്റുള്ളവർ പങ്കുവെച്ച് കൊടുക്കുന്ന ആളാണോ? യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണോ? അത് ചിന്തിച്ചുകൊണ്ടോ ആ പ്രവാചകസ്വരം, അപ്പസ്തോലൻ, പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന ഈ വചനത്തിൽ നിന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണം. അതുകൊണ്ട് പറയുന്നത് അവളുടെ നാശത്തിൽ സന്തോഷിക്കും. അപ്പോൾ ഇത് ലോകത്തിൻ്റെ നാശം അടുത്തിരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം എത്തി വരികയാണ്. ആണവയുദ്ധം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടുന്ന അവസ്ഥയിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ഓരോ എതിർ രാഷ്ട്രങ്ങളിലേക്ക് തിരിച്ചു വെച്ചിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഏതു നിമിഷവും എപ്പോൾ വേണം സംഭവിക്കാം. ആ രീതി മുന്നോട്ട് പോവുകയാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ വെളിപാട് ഗ്രന്ഥം 18-ാം അധ്യായം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. കച്ചവട സാധനങ്ങൾ സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുക്കൾ, മൃദുലവസ്ത്രം, ധൂമ്രവസ്ത്രം, രക്താംബരം, പട്ട്, സുഗന്ധദ്രവ്യങ്ങൾ, പലതരം തടികൾ, ദന്തർമിതമായ വസ്തുക്കൾ, വലിയേറിയ തടി, പിച്ചള, ഇരുമ്പ്, ചെമ്പ്, വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ, കറുവപ്പട്ട, സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മീറ, കുന്തിരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലികൾ, ആടുകൾ, കുതിരകൾ, രഥങ്ങൾ, അടിമല്ലാത്ത മനുഷ്യർ, നിന്റെ ആത്മാവ് വെച്ച് കനി നിന്നു മകന്നുപോയി. ഇതെല്ലാം ഇന്ന് ഈ കച്ചവട സാധനങ്ങളെല്ലാം ഇന്ന് ലോകത്ത് കാണാവുന്ന കേൾക്കാവുന്ന ഒരു സംവിധാനമാണ്. അതായത് ഇന്ന് ഈ സംവിധാനങ്ങളുള്ള സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രഥങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റുകളൊക്കെ നമുക്ക് ഇന്ന് എല്ലാം കണ്ടുകൊണ്ട് കാണാം. അതെല്ലാം ഉണ്ട്, ഇന്ന് ഓൾറെഡി ഉള്ള സംഭവങ്ങളാണ്.
എന്നാൽ ഇതൊക്കെ ഏതാനും കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പം ഇത് അപ്രത്യക്ഷമാകും, ഇല്ലാതെ വരും, അല്ലെങ്കിൽ വലിയ തകർച്ചയിലേക്ക് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ ഇങ്ങനെ ലോകം പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ലോകത്തിൻ്റെ ക്രമത്തിന് മാറ്റം വന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ ഒരിടത്തുമല്ല, ഒരു ബസ് കേടായി റോഡിൻ്റെ നടുക്ക് അങ്ങനെ കിടക്കുവാണ്. യാത്രക്കാരിൽ ഇറങ്ങി വഴിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നവർ നമ്മൾ വല്ലാത്ത അസ്വസ്ഥയിലേക്ക് വരും. മറ്റു വാഹനങ്ങളൊന്നും വരുന്നില്ല, മണിക്കൂറുകളായിട്ടും വാഹനം വരുന്നില്ല. ഇനി എന്തു ചെയ്യും? ഇനി ആര് നമ്മളെ സഹായിക്കും? ഇനി എന്തു ചെയ്യും? ഈ അസ്വസ്ഥതയിലേക്ക് മനുഷ്യൻ്റെ ആത്മാവ് പ്രവേശിക്കുന്ന കാലഘട്ടം വരുമ്പോൾ ഇവിടെ നമ്മൾ കർത്താവ് യേശു ക്രിസ്തു എഴുതി വെച്ച വചനങ്ങൾ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് ഒരുക്കപ്പെട്ട ഒരു ആത്മാവായിട്ട് ഞാൻ രൂപാന്തരപ്പെട്ടാൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല പ്രിയപ്പെട്ടെ. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. വെളിപാട് 3:10. വചനം പഠിച്ചു വെക്കണം പ്രിയ സഹോദരങ്ങളെ. കാരണം ഇന്നല്ല നാളെ ഈ വചനം നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും, ഇത് പറയാൻ പറ്റാത്ത സാഹചര്യം വരും, ഇതെല്ലാം ഈ വചന പോഷൻ നിന്നു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരുണ്ടാവും? വെളിപാട് 3:10 അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും, എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. അതാണ് എൻ്റെ ശരി. ഈ പരീക്ഷകളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. അപ്പോൾ വചനപ്രകാരം നീ ജീവിച്ചു, അതുകൊണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കും. ഏശയ്യാ 57:1 കർത്താവ് പറയാണ്, എന്താ പറയുന്നത്? നീതിമാൻ വിനാശത്തിൽ നിന്ന് എടുക്കപ്പെടും, അവൻ സന്മാർഗ നിരതനായി തൻ്റെ കിടക്കയിൽ വിശ്രമവരുളും. ഏശയ്യാ 57:1. യേശു ക്രിസ്തു പറഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതാണ് ഞാൻ വെളിപാട് 18:5 പറഞ്ഞു. 18:3 ഞാൻ പറഞ്ഞു, അശുദ്ധവും ബീഭത്സമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് കർത്താവ് പറയുമ്പോൾ, എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ പക്ഷിയല്ലാതെ മറ്റേതൊക്കെ പക്ഷിയുണ്ടെന്ന് പരിശോധിച്ച് കണ്ടുപിടിച്ച് വേഗം ഒരുങ്ങിക്കോ പ്രിയ സഹോദരങ്ങളെ. വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്ക് ജനുവരി 10, 11, 12 തീയതികളിൽ ധ്യാന സെൻ്ററുകളിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നോർബർട്ട് മാതൃ ആശ്രമ ധ്യാനം. അവിടെ ധ്യാനം കാര്യം കൊണ്ട് താല്പര്യമുള്ളവർക്ക് ഓടി വരാം, പെട്ടെന്ന് വരാം. വളരെ മനോഹരമായ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നമുക്ക് അവിടെ കിട്ടും. ഇതൊക്കെ ഇന്നലെ നാളെ നിന്ന് പോകുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, എത്രയും പെട്ടെന്ന് വന്ന് വിശുദ്ധിയിലേക്ക് വരിക, പെട്ടെന്ന് വിശുദ്ധി പ്രാപിക്കുക, പെട്ടെന്ന് ഒരുങ്ങാനുള്ള സംവിധാനം മനസ്സിൽ നമ്മൾ തീവ്രമായിട്ട് കണ്ട് ക്രമീകരിച്ചു വെക്കണം. കാരണം വലിയ വേദനകളിലേക്ക് ലോകം നടന്നെടുക്കും. പ്രിയസഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നിങ്ങളെ സംരക്ഷിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധി, ജ്ഞാനം, വിവേകം, അറിവ്, ബോധ്യം എല്ലാം യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കട്ടെ. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ആരും ശ്രദ്ധിക്കാൻ നിൽക്കരുത്. ദൈവവചനം എന്തു പറയുന്നു അതും പ്രകാരം ജീവിക്കുക. അത് തന്നെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും. അതിനാൽ നമ്മളെ കർത്താവായ യേശു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.